നമുക്കിന്ന് പെട്ടെന്നൊരു കടലമിഠായി ഉണ്ടാക്കാം. അതിന് ഞാൻ ഒരു പാത്രം വച്ചിട്ടുണ്ട്. പാത്രം ചൂടാകുമ്പോൾ ഞാൻ അതിൽ അരക്കപ്പ് ശർക്കരയാണ് ഇടുന്നത്. ശർക്കര ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് 2 സ്പൂണ് വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കുകയാണ്. ശർക്കര അരിച്ചെടുക്കണം. 2-3 തവണ അരിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിൽ മണ്ണ് പൊടിയൊക്കെ ഉണ്ടാവും. ഇനി ഞാൻ വറുത്തെടുത്ത കടല തൊലി കളഞ്ഞിട്ട് പൊടിച്ചെടുക്കുകയാണ്. നല്ല രീതിയിൽ പൊടിയരുത്, ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഞാനൊരു പാത്രത്തിൽ 2-3 ഡ്രോപ്സ് നെയ്യ് ഒഴിച്ചിട്ട് അതൊന്ന് നല്ല രീതിയിൽ എല്ലായിടത്തും പുരട്ടി കൊടുക്കുകയാണ്. ഇനി ഞാൻ നേരത്തെ എടുത്ത് വെച്ചുള്ള ശർക്കര ഒരു പാത്രത്തിൽ ഒഴിച്ച് ചെറിയ രീതിയിൽ തീ കത്തിച്ച് അതിലോട്ടേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്. നെയ്യ് കുറച്ചേ ഒഴിക്കുന്നുള്ളൂ. എന്നിട്ട് ഞാൻ നല്ല രീതിയിൽ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ പാകം നോക്കണം. അത് ഞാൻ പാകം നോക്കാൻ ഒരു ബൗളിൽ പച്ചവെള്ളം ഒഴിച്ചിട്ട് അതിൽ ഞാൻ 2-3 ഡ്രോപ്സ് ഇറ്റിച്ച് നോക്കുന്നുണ്ട്. ഇതിങ്ങനെ വലിഞ്ഞ് വരുവാണെങ്കിൽ അതിൻ്റെ പാകം ഇങ്ങനെയല്ല, ഒരു ക്രിസ്റ്റൽ പോലെ കിട്ടണം. നമുക്ക് വേണ്ട ഒരു പാത്രത്തിലോട്ട് 2-3 ഡ്രോപ്സ് ഇറ്റിച്ച് നോക്കാം. ഇതിപ്പോൾ ക്രിസ്റ്റലായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള കടല ഇടുകയാണ്. കടല ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. അടി കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കുക. ഫയർ കുറച്ച് വെക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നേരത്തെ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ആ നെയ്യ് പുരട്ടി വെച്ച പാത്രത്തിലോട്ട് അത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഞാനൊരു ചട്ടുകം വെച്ച് നല്ല രീതിയിൽ എല്ലായിടത്തും ഒരേ അളവിൽ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചൂടോട് തന്നെ ഇതൊന്ന് കട്ട് ചെയ്യാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അത് കട്ട് ചെയ്ത് കിട്ടാൻ ഭയങ്കര പാടാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. നിങ്ങൾക്കതൊന്ന് കയറി നോക്കാവുന്നതാണ്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.